എൻ്റെ പേര് ലത്തീഫ്. ഞാൻ കടനംകുളം പഞ്ചായത്തിലെ ഒരു നിരവധി കൃഷി അവാർഡ് മേടിച്ച ഒരു കർഷകനാണ്. ഞാനും എൻ്റെ ഭാര്യയും. ഇപ്പം ചെയ്തേക്കണ എന്തിനാണെന്ന് പറഞ്ഞാൽ ഗവേഷണം, ശ്രീകാര്യ മരിച്ചിനി ഗവേഷണത്തിൽ നിന്ന് ഒരു 5 ഐറ്റങ്ങൾ ഈ ബോർഡിൽ കൊടുത്തിട്ടുള്ള കണക്ക് 5 ഐറ്റങ്ങൾ മരിച്ചിനി കമ്പ് പുതിയതായിട്ട് ഗവേഷണം നടത്തുന്നുണ്ട്. അവരാണ് ചെയ്യുന്നതെല്ലാം. ഇതിൻ്റെ വളങ്ങളെല്ലാം അവരാണ്. ഇത് ഞാൻ ചെയ്തിട്ടുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ മധുരക്കിഴങ്ങ് നമ്മുടെ ഒരു പാടശേഖരത്ത് നട്ടിരുന്നു. അപ്പം യൂട്യൂബിനകത്തിട്ടിരുന്നു. അവരെ ശ്രദ്ധയിൽപ്പെട്ട് അവരെന്നെ കൊണ്ട് ഈ കടനംകുളത്ത് ഇപ്പം എന്നെ കൊണ്ട് ഒരു ഗവേഷണം നടത്തുന്നു. 5 ജാതി കമ്പ്, മരിച്ചിനി കമ്പ് ഗവേഷണം നടത്തുകയാണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ 100% ഈ പാടശേഖരങ്ങളിൽ 100% സക്സസ്ഫുൾ ആണെന്ന് തോന്നുന്നു. മരിച്ചിനി കമ്പ് തന്നെ ഇപ്പം നിൽക്കണമെന്ന് ഒരു വെറൈറ്റി കമ്പ് മാതിരി തോന്നുന്നു. ഇതിൻ്റെ പേരായിട്ടില്ല. ഇതിന് മൊത്തം 3.5 മാസം തൊട്ട് 3.5 മാസമായി തോന്നപ്പോൾ തന്നെ കായ്കനികളൊക്കെ വയറാൻ തുടങ്ങി. പണ്ടും നമ്മളെ കേട്ടിട്ടുണ്ട്, നമ്മളെ കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ടുണ്ട് മരിച്ചിനി കമ്പിൽ കാ വരുന്നത്. അത് 7 മാസം 8 മാസം കൂടുമ്പോഴേ കാ വരുള്ളൂ. ഇഷ്ടംമാതിരി കാളാണ്. മൊത്തം മരിച്ചിനി കമ്പിൽ മൊത്തം കായ്കളാണ്. ഈ കനകണക്കുള്ള കായ്കളാണ്. കമ്പ് തന്നെ ഒരു പ്രത്യേക ഇലകളും പ്രത്യേക ടൈപ്പാണ്. എനിക്ക് തോന്നുന്നു പുതിയ ഗവേഷണം നടത്തിയ ഈ പാടശേഖരങ്ങളിൽ ഏറ്റവും കൂടുതൽ മരിച്ചിനി ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ മരിച്ചിനി കമ്പാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ മരിച്ചിനി നിൽക്കുന്നതും നല്ല പുഷ്ടിയോടുകൂടി നിൽക്കുന്നത്. ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കിളയ്ക്ക് മുമ്പായിട്ട് ചാണാപ്പൊടി കോഴിക്കാരൊക്കെ ഇട്ട് കിളച്ച് ചാമ്പലുമായിട്ടിട്ട് കിളച്ച് നട്ട വയലിലാണ്. പിന്നെ ഒരു വളങ്ങളുമില്ല. എല്ലാം അവരാണ് ആ വളങ്ങൾ കൊണ്ടുവരണതും. അവിടെ ഉള്ള 4 സാറന്മാർ വന്നിട്ടാണ് എന്നെ കൊണ്ട് ഈ മരിച്ചിനി കമ്പല്ല എൻ്റെ കൃഷി എൻ്റെ രീതികളിലാണ് അവർ നട്ടിട്ട് അപ്പം അവർ 8 മാസം കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് ഇത് ഇനി പുഴുത് എത്ര കിലോ ഉണ്ടെന്ന് വിളയെടുക്കുമായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഇത് 100% മറ്റുള്ള മരിച്ചിനി നടുകണക്ക് 100% സക്സസ്ഫുള്ളാണ്. ഞാൻ മറ്റുള്ള വയലിൽ മരിച്ചിനി നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ മരിച്ചിനി കൃഷി ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ഈ മരിച്ചിനി ഇപ്പം തന്നെ മറ്റേ ഈ ഒരു 4-5 മാസം ആകുമ്പോഴും കമ്പിൻ്റെ ഒരു കമ്പ് നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് കുളിർമ തരുന്നതെന്നറിയാം. എല്ലാവരും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കമ്പ് ഐറ്റം എടുത്തിട്ട് ഇതിൻ്റെ പുഴുത എടുത്തതിന് ശേഷം അവർ വന്ന് നോക്കിയിട്ട് ഇത് കമ്പനി ഇനി മേലെ ഇതിൻ്റെ പേരാവത്തുള്ളൂ. പേരായിട്ടില്ല. ഇത് ഗവേഷണം നടത്തുന്നതാണ്. പേരായിട്ടില്ല. ഇനി പേരാകുമ്പോഴത്തേക്ക് ഞാൻ പാടശേഖരങ്ങൾ നടും. എല്ലാ കർഷകരിക്കും ഇതിൽ നിന്ന് മരിച്ചിനി കമ്പ് ഞാൻ കൊടുക്കും. അതുകൊണ്ട് ഇത് കണ്ടു നോക്കൂ. മൊത്തം കായ്കനികളാണ്. ഇതാണ്ട പണ്ട് നമ്മൾ കൊച്ചിലെ മറ്റുള്ള മരിച്ചിനിയിലൊക്കെ നമ്മൾ നടന്നിട്ട് കായ്കനികളൊന്നും വരാറില്ല. ഈ മുമ്പ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കായ്കൾ ഇതിൽ മൊത്തം 3 മാസം കഴിഞ്ഞ് കായ്കനികൾ. പക്ഷെ തണ്ടിൻ്റെ കളറും വ്യത്യാസമുണ്ട്. മുട്ട് കംപ്ലീറ്റ് മുട്ടടുപ്പമുള്ള കമ്പുകളാണ്. എനിക്ക് തോന്നുന്നു നടാൻ നമ്മുടെ ഈ ഭൂമിയിൽ നമ്മുടെ ഈ മണലിലൊക്കെ നടാൻ പറ്റിയ. പിന്നെ ചെയ്തയ്ക്കുന്ന വളങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നല്ല ചെളി പുഷ്ടിയുള്ള മണ്ണുകളാണ്. പക്ഷെ നല്ല സക്സസ് ആവുമെന്ന് തോന്നുന്നു. മരിച്ചിനി കൊണ്ടാ ഇല്ലേന്ന് അറിഞ്ഞിട്ടില്ല. ഇതുവരെയ്ക്കും തോണ്ടി നോക്കിയിട്ടില്ല. അപ്പോൾ ഒരു മൂട് തോണ്ടി നോക്കി നമുക്ക് അറിയാൻ പറ്റും. മരിച്ചിനി ഉണ്ടായില്ലെന്ന് ഒരു മൂട് തോണ്ടി നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പം 5 മാസം ആവാൻ പോണേ ഉള്ളൂ. മരിച്ചിനി ഇറങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ. മരിച്ചിനി ഇറങ്ങുന്നേ ഉള്ളൂ. ഭയങ്കര എല്ലായിടത്തും മരിച്ചിനികളുണ്ട് കേട്ടോ. മരിച്ചിനി ഉണ്ട്. ഇലിമ്പിക്ക് ഇറങ്ങും കണക്ക്. എന്താ ഇലിമ്പിക്ക് ഇറങ്ങും കണക്ക് മരിച്ചിനി ഇറങ്ങി വരുന്നുണ്ട് കേട്ടാ. ഇപ്പം മരിച്ചിനി ഇറങ്ങുന്ന ടൈമാണ്. വലിയ 4 മാസം ആയതേ ഉള്ളൂ. 4 മാസം ആവാൻ പോണതേ ഉള്ളൂ. മരിച്ചിനി ഇലിമ്പിക്ക് ഇറങ്ങും കണക്ക് ഇറങ്ങുന്നു. അതാണ്ടാ ഈ മണലത്തേക്ക് പറ്റിയതാണെന്ന് തോന്നുന്നു. നമുക്കറിയത്തില്ല, അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇനി ഈ പേരൊന്നും ആയിട്ടില്ല മരിച്ചിനി കമ്പനി. പക്ഷെ ആദ്യമായിട്ട് ഭൂമിയിൽ വന്നതാണെന്ന് പറയും. ഗവേഷണം നടത്തുന്നതല്ലേ, അതുകൊണ്ടായിരിക്കണം. ഇനി അവർ ഇതിൻ്റെ പുഴുതെടുത്ത് ഇതിൻ്റെ വിള നോക്കിയിട്ട് ഇതിൽ എത്ര കിലോ ഉണ്ടെന്ന് അറിഞ്ഞിട്ടേ അവർ കമ്പനിയൊക്കെ പേര് നിശ്ചയിക്കുകയുള്ളൂ. നല്ല വിള കിട്ടട്ടെ. എല്ലാവരും നമ്മുടെ നാട്ടിൽ ഞാൻ പറയുന്ന പാടശേഖരങ്ങളൊക്കെ എല്ലാ പാടശേഖരങ്ങളും ഒക്കെ നമുക്ക് കിളച്ച് അധ്വാനിച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത ഒരു ജന്മം എനിക്ക് ദൈവം തരയണമെന്നുണ്ടെങ്കിൽ ആരായിട്ട് ജനിക്കണമെന്ന് തോന്നിയാൽ ഞാൻ ഒരു കർഷകനായിട്ട് ജനിക്കണമെന്ന് പറയുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ ഹാപ്പി. എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ട്, കട്ടയ്ക്ക് കൂടെ ഉണ്ട്. അത് എൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പാടത്ത് രാവിലെ വരും, ആട്ടിനകത്തോണ്ട് കെട്ടിയിട്ട്
മോള് പോവും, സ്കൂളിൽ പോവും, അത് കഴിഞ്ഞ് ഞങ്ങൾ പാടത്ത് തന്നെ. എന്തിനാണ് നമ്മൾ വല്ലയിടത്ത റോട്ടിൽ അതും ഇതൊക്കെ പോരും? ഞാൻ എപ്പോഴും പാടത്തുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് വളങ്ങളൊന്നുമില്ല. ഇനിയിപ്പം 4 മാസം കൂടെ 3 മാസം കൂടെ കഴിയുമ്പോൾ 5 മാസമായി, 5, 4, 9, 4 മാസം കൂടെ കഴിയുമ്പോൾ വിളവെടുക്കാം. അവർ തന്നെ വന്ന് പുഴുത്, അവർ വന്നതിന് ശേഷം നോക്കിയതിന് ശേഷമായി ഇത് പുഴുത്തുള്ളൂ. പുഴുവപ്പം എല്ലാവരും അറിയിക്കും. ഇതിപ്പം അവർ തള്ളിക്കളഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കമ്പെടുത്ത് ഞാൻ നടും. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇതിൻ്റെ വിളകളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം ഇത് വേറെ ജാതിയാണ്. ഇതിനകത്ത് കംപ്ലീറ്റ് ഈ കമ്പിൻ്റെ മൂട്ടിലൊക്കെ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കമ്പിൻ്റെ മൂട്ടിലൊക്കെ സ്റ്റാപ്ലെയർ ചെയ്തിട്ടുണ്ട്. സ്റ്റാപ്ലെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ കമ്പിൻ്റെ മൂട്ടിലും സ്റ്റാപ്ലെയർ ചെയ്തിട്ടുണ്ട്. ഒരേ ജാതിയാണ്. ഇത് വേറെ ഐറ്റങ്ങളാണ്. സ്റ്റാപ്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലായിടത്തും സ്റ്റാപ്ലെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ദ്രവിച്ചു പോയി. ഇത് വേറെ ഐറ്റമാണ്. ഇത് വേറെ ഒരു ജാതിയാണ്. ഇത് വേറെ ഐറ്റം. അപ്പുറത്ത് കിടക്കുന്നത് അത് വേറെ ഐറ്റമാണ്. പക്ഷെ ഇതിനകത്ത് കായില്ല. ഇതില്ല. ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ പണ്ടത്തെ N4-ന്റെ വേറെ ഒരു വകഭേദമാണ്. N4-ന്റെ കളർ തന്നെയാണ്. കണ്ട, ഇതിനകത്തും കായില്ല. ഇത് വേറെ ഒരു ജാതിയാണ്. ഇത് 3ാമത്തെ ജാതിയാണ്. അത് 1, 2, 3 അങ്ങനെ 5 ഐറ്റമാണ്. അവിടെ 2 ഐറ്റം, അങ്ങനെ 5 ഐറ്റം. ഇത് വേറെ ജാതിയാണ്. ഇതിൻ്റെ മരിശ്ശേരി കിഴങ്ങ് വേറെ കളറായിരിക്കും ചിലപ്പോൾ. ഇലിമ്പേക്ക് കണക്കിറങ്ങുന്നുണ്ട്. ഇറങ്ങി തുടങ്ങിയെന്നേ ഉള്ളൂ. കമ്പ് ഇറങ്ങി കിഴങ്ങ് വന്ന് കനക്കുന്നേ ഉള്ളൂ. വേണ്ട, എനിക്ക് തോന്നണം 100% ഇവിടെ സക്സസ്ഫുൾ ആണെന്ന്. ഇതിൻ്റെ വളങ്ങളെല്ലാം അവരാണ് കൊണ്ട് തരുന്നത്. നമ്മൾ ഇതിനകത്ത് ഒന്നും അറിയണ്ട. എല്ലാം നമ്മൾ പിന്നെ എന്തിനാണെന്ന് പറഞ്ഞാൽ പാടശേഖരം ചെയ്തിട്ട് ഇവിടെ വെള്ളം കയറണോണ്ട് നല്ല രീതിയിൽ പൊക്കി സേഫായിട്ട് പണയേറ്റ് എടുത്തിട്ടാണ് ഈ പാടശേഖരത്ത് കമ്പ് കിടന്നത്. കൃഷിക്കാർ നമ്മൾ ചെയ്യുമ്പം നമ്മളെ മഴ മുന്നറിയിപ്പും നമ്മുടെ ഈ ചാലിൽ കൂടെ വെള്ളം പോകാനുള്ള ജലസൗകര്യക്കുറവുണ്ട്. അപ്പം കർഷകർ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കർഷകർ ചെയ്യുമ്പം മരിച്ചീനി കമ്പിൻ്റെ ചാല് നല്ലപോലെ താത്ത് പൊക്കി കോരണം. പണങ്ങൾ പൊക്കി കോരി കഴിഞ്ഞാൽ എത്ര പാടശേഖരത്ത് വെള്ളം വന്നാലും ചാലിൽ കൂടെ വെള്ളം അങ്ങ് പോകും. അതുകൊണ്ട് എല്ലാവരും കൃഷി ചെയ്യണം. എനിക്ക് കൂടുതലുള്ള മരിച്ചീനിയാണ്. ഞങ്ങൾ കൂലി കൊടുത്ത് ഒന്നും ചെയ്യാറില്ല. എല്ലാം ഞാനും എൻ്റെ ഭാര്യയും കൂടെയാണ് ചെയ്യണം. ഞാൻ തടം കോരുമ്പം ഭാര്യ പില്ല് പറയും. മറ്റുള്ള പണി അപ്പുറത്ത് നെല്ല് നടമ്പെടുത്ത് നെല്ല് നട്ടാലും മറ്റുള്ള പച്ചക്കറി നട്ടാലും ഇതിൽ ഒരു മനുഷ്യ ഒരു ജോലിക്കാർ പോലും എല്ലാം ഞങ്ങൾ തന്നെയാണ്. ഇത് വിള എടുത്തിരുന്നാൽ ചിറ്റാനപ്പൊക്കെ ചന്തയിൽ കൊണ്ടുവന്ന് നമ്മൾ സാധാരണക്കാർക്കാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും കൊടുക്കും. അതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ കമ്പ് തന്നെ നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പിന് ആവശ്യക്കാർ ശരിക്ക് വരും. എൻ്റെ കമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മുട്ടടുപ്പുള്ള കമ്പാണ്. എല്ലാം ജൈവ വളങ്ങൾ കൊടുക്കണോണ്ട് മുട്ടടുപ്പമുള്ള കമ്പുകളാണ്. എല്ലാം മുട്ടടുപ്പ്. ഇത് ഗവേഷണക്കാർ